Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Circumstances in which court may lift the corporate wheel from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Let us discuss the circumstances in which court may lift the corporate wheel. In the following circumstances, different courts found it necessary to lift the corporate wheel and punish the actual persons who did wrong or unlawful acts under the name of company. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിൽ പഠിക്കുമ്പോൾ അതിൻ്റെ മെമ്പേഴ്സിന് ഡയറക്ടേഴ്സിനൊക്കെ ഒരു ആനുകൂല്യമുണ്ട്. ആ ആനുകൂല്യത്തിൻ്റെ പേരാണ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് വീൽ? കോർപ്പറേറ്റ് വീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ മെമ്പേഴ്സിനോ ഡയറക്ടേഴ്സിനോ കമ്പനിയുടെ പേരിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് യാതൊരു വിധത്തിലുള്ള ലയബിലിറ്റിയും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനിയുടെ പേരിൽ ഒരു പ്രവൃത്തി ചെയ്തു, ഒരു ട്രാൻസാക്ഷൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തു. ആ ബിസിനസ്സിൽ കുറേ പേർക്ക് നഷ്ടമുണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ പേരിൽ കമ്പനിയുടെ മെമ്പേഴ്സിനെയോ കമ്പനിയുടെ ഡയറക്ടേഴ്സിനെയോ കമ്പനിയുമായിട്ട് ബന്ധമുള്ളവരെയോ ആരെയും തന്നെ കുറ്റാരോപിതരാക്കാനായിട്ട് സാധിക്കില്ല. ഈ വ്യക്തികളെ ആരെയും തന്നെ ലയബിൾ ആക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ ആനുകൂല്യത്തെയാണ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റം വരുന്നത്, ഇപ്പോൾ കേസ് വരികയാണെങ്കിൽ കമ്പനിയുടെ പേർക്കേ കേസ് വരുത്തുള്ളൂ, അല്ലാതെ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ പേർക്കോ ഡയറക്ടേഴ്സിൻ്റെ പേർക്കോ കേസ് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇതാണ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിൽ അതിൻ്റെ മെമ്പേഴ്സിനും ഡയറക്ടേഴ്സിനും ഉള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്. അതാണ് ഈ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. പക്ഷെ എന്നാൽ ചില സാഹചര്യങ്ങളിൽ കമ്പനിയുടെ പേരിൻ്റെ മറവിൽ ചില മെമ്പേഴ്സ് അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സ് മറ്റുള്ളവരെ ചതിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ കൊള്ള ലാഭം ഉണ്ടാക്കാനോ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടി കമ്പനിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ കോടതി ഇടപെടുകയും ഇതിൻ്റെ പിന്നിൽ ഈ കമ്പനിയുടെ മറവിൽ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് കണ്ടെത്താനുള്ള അധികാരം കോടതിക്കുണ്ട്. അതാണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്പനിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത വ്യക്തികളെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിനുള്ള അധികാരം കോടതിക്കുണ്ട്. അതിനെയാണ് ഈ കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ. ഈ രണ്ട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു കോടതി ഇത്തരത്തിൽ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ ഈ ആനുകൂല്യത്തെ നീക്കം ചെയ്യുന്നത് അഥവാ ലിഫ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ലെക്ചറിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ കോടതി കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യുകയും അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ പേരിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുന്ന നടപടിയിലേക്ക് പോകും. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളാണ് കോടതി ഇത്തരം നടപടികളിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ ഈ ലെക്ചറിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് സർക്കംസ്റ്റൻസ്, protection of revenue. The court may ignore the separate legal entity status of a company where it is used for tax evasion or circumventing tax obligation. ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോടതി ലിഫ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ, അതായത് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കമ്പനിയുടെ മറവിൽ ചില വ്യക്തികൾ എന്ന് വെച്ചാൽ അതിൻ്റെ മെമ്പേഴ്സോ ഡയറക്ടേഴ്സോ ടാക്സ് വെട്ടിക്കാനോ അല്ലെങ്കിൽ ടാക്സ് ഒഴിവാക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ കോടതി കമ്പനിക്കുള്ള ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസ് ഇഗ്നോർ ചെയ്യും. എന്ന് വെച്ചാൽ അവഗണിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ആരാണോ അവരെ ടാക്സ് അടപ്പിക്കാൻ അല്ലെങ്കിൽ ടാക്സ് നൽകാനായിട്ട് പ്രേരിപ്പിക്കുന്ന നടപടിയിലേക്ക് പോകും. അപ്പോൾ കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു പുതിയൊരു കമ്പനി തുടങ്ങുന്നതിന് സർക്കാർ ചിലപ്പോൾ ടാക്സ് ഇളവ് കൊടുത്തെന്നിരിക്കും. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള സംരംഭങ്ങൾ ചിലപ്പോൾ തുടക്കത്തിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് സർക്കാർ ഒരു ടാക്സും ചിലപ്പോൾ മേടിക്കത്തില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സ് ചെയ്യുന്നത് പേരിന് വേണ്ടി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അവരുടെ സ്വന്തം ബിസിനസ് അതിലൂടെ നടത്തുന്നു. അപ്പോൾ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ടാക്സ് ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ ഈ ടാക്സ് വേണ്ടാന്നുള്ള ഈ ആനുകൂല്യം തങ്ങളുടെ ബിസിനസ് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതും
അത്തരത്തിൽ പ്രവർത്തിക്കാൻ. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു കമ്പനിയുടെ യാതൊരുവിധ പ്രവർത്തനങ്ങൾക്കും ആ ബിസിനസ്സിന് ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ ടാക്സ് വെട്ടിക്കുക അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും കമ്പനിയായിട്ട് ഈ ബിസിനസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാം. കോടതി കമ്പനിക്ക് ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസ് ഇഗ്നോർ ചെയ്ത് അവഗണിച്ചുകൊണ്ട് ആ വ്യക്തികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കമ്പനിയുടെ മറവിൽ ഗവൺമെൻറ്റിന് കിട്ടേണ്ട ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടാതാവും. അപ്പോൾ ഇത്തരത്തിൽ നഷ്ടമാകുന്ന ആ വരുമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതി കമ്പനിയുടെ ഈ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ലിഫ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ വ്യക്തികൾക്കെതിരെ കേസെടുക്കാനായിട്ട് സാധിക്കില്ല, കമ്പനിക്കെതിരെ കേസെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കമ്പനിക്കെതിരെ കേസെടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ലിഫ്റ്റ് ചെയ്യുന്നത്. Second circumstance, determination of enemy character of the company. Company being an artificial person cannot be enemy or friend. But during war, it may become necessary to lift the corporate wheel and see the persons behind it to determine whether they are friends or enemy. This is due to the reason that though a company enjoys separate legal entity, but its affairs are run by individuals. കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ ഈ സ്റ്റാറ്റസ് ലിഫ്റ്റ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ എനിമി ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കമ്പനിയുടെ ഈ എനിമി ക്യാരക്ടർ എന്ന് നമുക്ക് നോക്കാം. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ശത്രുവോ മിത്രമോ ആകാൻ വഴിയില്ല. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നിയമത്തിൻ്റെ മുമ്പിൽ മാത്രമേ ആ ഒരു വ്യക്തിത്വം ഉള്ളൂ. പക്ഷേ ആ കമ്പനിയെ നമുക്ക് ശത്രുവെന്നോ മിത്രമെന്നോ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, വാറിൻ്റെയൊക്കെ സമയത്ത് കമ്പനിക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ള ഈ സ്റ്റാറ്റസ് കൊടുക്കുന്നതിന് പകരം ആ കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ സ്റ്റാറ്റസിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും, കോടതിക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. ആ വ്യക്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുവാണോ മിത്രമാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. അതാണ് വാറിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞത്, ആ വാറിൻ്റെ ഒരു സാഹചര്യം, യുദ്ധ സാഹചര്യം പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ രാജ്യമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തെ കമ്പനിയാണെങ്കിൽ, ആ രാജ്യത്തെ പൗരന്മാർ നടത്തുന്ന ഒരു കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനി നമ്മുടെ എനിമി ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള എനിമി ക്യാരക്ടർ, കമ്പനിയുടെ എനിമി ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യണമെന്ന് പറയുന്നത്. അതായത് കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും അത് നടത്തുന്നത് ചില വ്യക്തികളാണ്. അപ്പോൾ ആ വ്യക്തികൾ ശത്രു രാജ്യത്തെ പൗരന്മാരാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കോർപ്പറേറ്റ് വീല് എന്ന് പറഞ്ഞ ഈ സ്റ്റാറ്റസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് വീല് കോടതിക്ക് ലിഫ്റ്റ് ചെയ്ത് അതിൻ്റെ പിന്നിൽ ആരാണെന്ന് പരിശോധിക്കേണ്ടി വരും. ശത്രു രാജ്യത്തെ പൗരനാണോ അതോ മിത്രമായിട്ടുള്ള രാജ്യങ്ങളുടെ പൗരന്മാരാണോ എന്ന് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും കോടതിക്ക് കമ്പനിയുടെ കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. തേർഡ് സർക്കംസ്റ്റൻസ്, പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. Where a company is used for committing frauds or improper conduct, court may lift the corporate wheel and look at the realities of the situation. ഒരു കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം, മൂന്നാമത്തെ സാഹചര്യമാണ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, ചതി തടയുക എന്നുള്ളത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ പേര് അല്ലെങ്കിൽ കമ്പനിയെ ചതിപ്രയോഗം നടത്താൻ വേണ്ടി, മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടിയോ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോടതിക്ക് കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ ഈ ആനുകൂല്യം എടുത്തു കളയാനായിട്ട് സാധിക്കും. എടുത്തു കളയുക മാത്രമല്ല, എന്താണ് യഥാർത്ഥ സാഹചര്യം, ആരൊക്കെയാണ് ജനങ്ങളെ ചതിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ചതിക്കാൻ വേണ്ടി കമ്പനിയുടെ പേര് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയെ ഉപയോഗിച്ച് ജനങ്ങളെ ചതിക്കുന്ന ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കാനുള്ള നടപടി കോടതിക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുന്നു. ഈ സാഹചര്യത്തിൽ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, അതായത് ചതി തടയാൻ വേണ്ടിയിട്ട് കോടതിക്ക് ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് സർക്കംസ്റ്റൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് പോളിസി. The court shall lift the corporate wheel without any hesitation to protect the public policy and prevent transaction opposed to public policy. നാലാമതായി കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത്
പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് പോളിസി, പൊതുജന നയം സംരക്ഷിക്കൽ. പൊതുജന നയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വിയിൽ ലിഫ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മറവിൽ പൊതുജന നയത്തിനെതിരായിട്ട് ചില വ്യക്തികൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ചില ഇടപാടുകൾ പൊതുജന നയത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് കമ്പനിയുടെ മറവിൽ ചില വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അത് ഇന്ത്യയിലെയോ ഏതെങ്കിലും ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ കോടതിക്ക് പൊതുജനങ്ങളുടെ നയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Fifth circumstance, company mere sham or clock. Where the company is a mere sham and was really a ploy used for committing illegalities and to defraud people, the court shall lift the corporate wheel. ഒരു കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ ഈ ആനുകൂല്യം എടുത്തു കളയുന്ന അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കമ്പനി മിയർ ഷാം ഓർ ക്ലോക്ക്. ഷാം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചതി എന്നൊക്കെയാണ്. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ കപട വേഷം എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ കമ്പനി എന്ന കപട വേഷം ധരിച്ചുകൊണ്ട് ക്ലോക്ക് അല്ലെങ്കിൽ ചതിക്കാൻ വേണ്ടിയിട്ട് ചില വ്യക്തികൾ, കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇല്ലീഗാലിറ്റീസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ ചതിക്കാൻ വേണ്ടിയിട്ട് തന്ത്രപൂർവം കമ്പനിയുടെ വസ്ത്രം അണിയുന്നു. അതാണ് കപടവേഷം അണിയുന്നു. ക്ലോക്ക് എന്ന് വെച്ചാൽ കപടവേഷം എന്നാണ് അർത്ഥം. ഒരർത്ഥം അതാണ്. ഷാം എന്ന് വെച്ചാൽ ചതിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ചില വ്യക്തികൾ കമ്പനിയുടെ നടത്തിപ്പുകാരോ അതിൻ്റെ മെമ്പേഴ്സോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ ആൾക്കാരെ ചതിക്കാൻ വേണ്ടിയിട്ടോ തന്ത്രപൂർവം കമ്പനിയുടെ വസ്ത്രം അണിഞ്ഞു അല്ലെങ്കിൽ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് ചതിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ ഈ ആനുകൂല്യം എടുത്തു കളയുന്നു, ലിഫ്റ്റ് ചെയ്യുന്നു. കാരണം കമ്പനിയുടെ മറവിൽ ഇത്തരം ചതി പ്രയോഗങ്ങളിൽ അവർ ഏർപ്പെടുന്നു. അപ്പോൾ അതാരാണ് അതിൻ്റെ പിന്നിൽ ഏർപ്പെടുന്നതെന്ന് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പ്ലോയ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്ത്രം എന്നാണ്. സിക്സ്ത് സർക്കംസ്റ്റൻസ്, വേർ എ കമ്പനി ആക്ട്സ് ആസ് ആൻ ഏജന്റ് ഓഫ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. If there is an arrangement between the shareholders and a company to the effect that the company will act as agent of shareholders for the purpose of carrying on the business is essentially of that of the shareholders and will have unlimited liability. കോടതി ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ ഈ സ്റ്റാറ്റസ് ലിഫ്റ്റ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത്തരം സാഹചര്യത്തിൽ കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ സ്റ്റാറ്റസ് ലിഫ്റ്റ് ചെയ്യും. സാധാരണഗതിയിൽ ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റായിട്ട് ഒരിക്കലും കണക്കാക്കാറില്ല. ഏജൻ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഏജൻ്റ് എന്ന് വെച്ചാൽ ആരാണ്? ഏൽപ്പിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഏജൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി ഒരു പ്രത്യേക വ്യക്തിയാണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഓണർ വ്യത്യാസമാണ്, അതിൻ്റെ മെമ്പേഴ്സ് പ്രത്യേകമാണ്, സെപ്പറേറ്റ് ആണ് എന്ന കൺസെപ്റ്റേ പാടുള്ളൂ. അല്ലാതെ കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റായിട്ട് ഒരിക്കലും പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഈ കമ്പനി തമ്മിലൊരു അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ബിസിനസ് ഒരിക്കലും കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ ബിസിനസ് അല്ല, പകരം അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഒരു ഷെയർ ഹോൾഡർ ആ കമ്പനിയുടെ എത്ര ഷെയർസ് ആണോ അക്വയറി ചെയ്തിരിക്കുന്നത്, എത്ര ഷെയർ ആണോ വാങ്ങിച്ചിട്ടുള്ളത്, ആ ഷെയറിനുള്ള പൈസ മാത്രം അയാൾ കൊടുത്താൽ മതി. അത് മാത്രമാണ് അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പക്ഷേ ഇവിടെ കമ്പനി ഷെയർ ഹോൾഡറിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കോടതി കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം അത് ഈ കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ ഒരു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിൽ എന്ന പോലെ ലിമിറ്റഡ് ലയബിലിറ്റി ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുകയില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ കോടതി ഷെയർ ഹോൾഡറിൻ്റെ ഏജൻ്റായിട്ട് കമ്പനി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ സ്റ്റാറ്റസ് ലിഫ്റ്റ് ചെയ്യും. സെവൻത് സർക്കംസ്റ്റൻസ്, അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ. Where a company tries to avoid its legal obligations, the corporate wheel shall be lifted to look at the real picture. ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കമ്പനി അതിൻ്റെ വെൽഫെയർ ലെജിസ്ലേഷൻ,
ജനങ്ങളുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ നിയമം എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് കമ്പനി തൻ്റെ ലീഗൽ ഓബ്ലിഗേഷൻസ് നിയമപരമായിട്ടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നില്ല എങ്കിൽ, ആ കമ്പനി അത് അവോയ്ഡ് ചെയ്യുന്നെങ്കിൽ, ഒഴിവാക്കുന്നെങ്കിൽ കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്ത് യഥാർത്ഥ സംഭവം എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പരിശോധിക്കാൻ കോടതിക്ക് കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. കമ്പനി തൻ്റെ ലീഗൽ ഓബ്ലിഗേഷൻസ് അവോയ്ഡ് ചെയ്യുമ്പോൾ കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യും. ഇതാണ് 7ാമത്തെ സാഹചര്യം. 8th circumstance, to punish for contempt of court. Company being an artificial person cannot disobey the orders of the court. Therefore, the persons at fault should be identified. കോടതി കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞ ആനുകൂല്യം എടുത്തു കളയുന്ന മറ്റൊരു സാഹചര്യമാണ് കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാൻ വേണ്ടി. അതായത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് വെച്ചാൽ കോടതി അലക്ഷ്യം. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയില്ല എന്ന് കരുതി കോടതിയുടെ ഉത്തരവുകളെ, ഓർഡേഴ്സിനെ ഒന്നും കമ്പനിക്ക് ലംഘിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാനായിട്ട് പറ്റില്ല, ഡിസൊബേ ചെയ്യാൻ പറ്റില്ല. ഒരു കമ്പനി കോടതിയുടെ ഉത്തരവുകൾ പാലിക്കുന്നില്ല എങ്കിൽ കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ സ്റ്റാറ്റസ് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പിന്നിലുള്ള വ്യക്തികളെ കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കുന്ന നടപടിയിലേക്ക് കോടതി പോകും. അപ്പോൾ 8ാമത്തെ സാഹചര്യം, കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യുന്ന 8ാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കോടതി അലക്ഷ്യം നടത്തുകയാണെങ്കിൽ കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ലിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് അവരെയാണ് പിടിക്കാനായിട്ട് പോകുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ദ സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് എ കോർട്ട് മേ ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് വീൽ. I hope all of you understood the topic circumstances in which court may lift corporate wheel quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.